ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം എൻ്റെ മുൻപത്തെ വീഡിയോസിൽ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പം എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം തലേ ദിവസമാണ് കേട്ടോ. അപ്പം തലേ ദിവസം ഞാൻ വിചാരിച്ചു അമ്മേനെ ഹെൽപ്പാക്കാമെന്ന്. അതായത് നമുക്ക് പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സവോള കരിഞ്ഞ് വെച്ച് കൊടുത്തതാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ധ്രുവക്കുട്ടി പല്ലിക്കാനായിട്ട് സ്വന്തമായിട്ട് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. പല്ലിക്കാനൊന്നും സമ്മതിക്കാറില്ല. അപ്പോൾ രാവിലെ തന്നെ അമ്മ പായസം ഉണ്ടാക്കി. നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ജാൻവി കഴിക്കുന്നുണ്ട്. ജാൻവിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല പായസം. പക്ഷേ ബാക്കി ഞങ്ങളെല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദൂരക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് പായസത്തിൽ ഇവിടുത്തെ പാലിന് ഭയങ്കര നെയ്യ് കൂടുതലാണ്. അപ്പോൾ പാലിൽ ഓൾറെഡി ഉള്ള നെയ്യാണ് കേട്ടോ മഞ്ഞ കളറിൽ അങ്ങനെ കാണുന്നത്. അപ്പം നല്ല സൂപ്പർ പായസമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ധ്രുവക്കുട്ടി നല്ല കുറേ കഴിച്ചു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം എന്ന് പറയുന്നത്. അപ്പോൾ ധ്രുവക്കുട്ടി അപ്പോൾ പായസം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മമ്മ പായസം എന്ന് പറഞ്ഞത് അവൾക്ക് പായസം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുള്ള പായസം ഭയങ്കര ആസ്വദിച്ച് കഴിക്കാനുണ്ട്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം എന്ന് പറഞ്ഞാൽ പാലടയാണ്. അപ്പോൾ പാലുകൊണ്ടുള്ള പായസമൊക്കെ ഒട്ടുമിക്ക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസം ഇടയ്ക്ക് ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ. അമ്മ പ്രത്യേകിച്ച് അതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല, മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒന്നും ചേർത്തിട്ടുണ്ടായില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ സവാളയ്ക്ക് ഞാൻ ഓൾറെഡി തലസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. പണ്ടൊന്നും അമ്മ ഉണ്ടാക്കണേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. പറയാതെ വയ്യ. എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ വേണ്ടി ഞാൻ വയറ്റുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ നമ്മൾ ഒരു ചെറിയ ഡെക്കറേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കാര്യം ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഡെക്കറേഷൻ്റെ ചുക്കാൻ പിടിച്ച ആൾ. അപ്പോൾ നമ്മുടെ ചേച്ചിയാണ് നമ്മൾ ബലൂൺസും കാര്യങ്ങളൊക്കെ അവിടെ വീർപ്പിച്ച് തന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിള്ളേരെ എൻ്റെ ഇടം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ധ്രുവക്കുട്ടി ഉറങ്ങുമായിരുന്നു. അപ്പോൾ അത് കാരണം വലിയ ബഹളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജാൻവി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാൻവി അതിൻ്റെ ഇടയിൽ കിടന്ന് ഓടി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വേഗം ഞാൻ ധ്രുവക്കുട്ടി എനിക്കിനേക്കാളും അങ്ങനെ ധ്രുവക്കുട്ടി എനിക്ക് ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടായിരിക്കും. അത് കാരണം പെട്ടെന്ന് വേഗം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. അപ്പോഴേക്കും നമ്മുടെ അമ്മ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ പീസുകൾ പിള്ളേർക്ക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ധ്രുവക്കുട്ടി എനിക്ക് വന്ന് ഇത് കണ്ടു ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. മൂപ്പരെല്ലാം വെച്ചിട്ട് മൂപ്പരാളുടെ ബർത്ത്ഡേ ആണെന്നാണ് ആൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്പിങ്സുകളാണ്. അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കും ഇതൊരു മെമ്മറി ആയിരിക്കും. അത് കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് നമ്മളൊരു ഈവനിങ് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ പിള്ളേരനൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ ഞാനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കുറേ യുദ്ധത്തിന് ശേഷം കുറേ ഇഷ്യൂസൊക്കെ സോൾവ് ആക്കിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് പോകാം. അപ്പം ഞാനവിടെ യുദ്ധമെന്ന് പറയാൻ കാരണം ധ്രുവക്കുട്ടിയും ജാൻവി ചേച്ചി നമ്മൾ യുദ്ധം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബലൂൺസിന് വേണ്ടിയിട്ടുള്ള തല്ലുകൂട്ടം. അത് തല്ലുകൂട്ടം മീൻസ് ജാൻവി ഒന്നിനും പോവില്ല, ധ്രുവക്കുട്ടിയാണ് മെയിൻ പ്രശ്നത്തിൻ്റെ ആൾ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ തീമിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത് എവിടെ നിന്നാണ് അവൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അതാണ് കേക്ക്. നല്ല യെല്ലോ കളറിൽ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിനി ആർക്കും കൊടുക്കാനൊന്നുമില്ല, നമുക്ക് തന്നെ കഴിക്കാനുള്ളൂ. നമ്മുടെ ജാൻവിക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയോൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ധ്രുവക്കുട്ടി അത് കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം ധ്രുവക്കുട്ടി ഇങ്ങനെ കേക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ പക്ഷേ മധുരത്തോടൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്ക്. അങ്ങനത്തെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ജാൻവിക്കും കേക്ക് ഇഷ്ടമാണ്. പക്ഷെ അവളതിന് ക്രീം മാത്രമാണ് തിന്നുള്ളൂ. കേക്ക് പീസൊക്കെ വല്ലപ്പോഴാണ് തിന്നാറുള്ളൂ. അങ്ങനെ അവളത് കഴിക്കാൻ പോവാണ്. അവളെക്കൊണ്ട് എല്ലാവർക്കും കൊടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കസേരമ്മയാണ് അവളെ കയറ്റി നിർത്തിയിരിക്കണേ ഹൈറ്റ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ധ്രുവക്കുട്ടിയും കൊടുക്കുന്നുണ്ട്. സാധാരണ ധ്രുവക്കുട്ടി കേക്ക് വായിൽ വെച്ചാൽ കോക്കാനൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പൊക്കെ അതൊക്കെ മാറി. ഇപ്പോൾ മധുരമൊക്കെ നല്ല ഇഷ്ടമായി കാരണം വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ കേക്ക്.
നല്ല ഫ്ലേവറുള്ള കേക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബർത്ത്ഡേക്ക് ചെയ്യാനൊക്കെ നല്ല കേക്കായിരുന്നു. അപ്പോൾ അത് കേക്ക് കട്ടിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ധ്രുക്കുട്ടിക്ക് ഒരു പീസ് വെച്ച് കൊടുത്തു കേട്ടോ. ധ്രുക്കുട്ടി അത് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കാൻ വിളിച്ചപ്പോൾ അവൾ പ്ലേറ്റ് ഒരു തടസ്സമായിരുന്നു. പ്ലേറ്റ് മാറ്റി കൊടുത്തപ്പോൾ ധ്രുക്കുട്ടിയുടെ വക ഡാൻസ് കാണാൻ ധ്രുക്കുട്ടിയും ജാമിയും കൂടി ഭയങ്കര ഡാൻസ് ആയിരുന്നു. പിന്നെ ചേച്ചിയമ്മ എന്നാണ് എൻ്റെ ചേച്ചീനോട് വിളിക്കുക. ചേച്ചിയമ്മ എല്ലാവരും കൂടി ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഞാൻ ഡാൻസ് ഒന്നും കളിക്കാൻ പോയില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ധ്രുക്കുട്ടി ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഉറങ്ങി വെച്ചിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ മൂപ്പരുടെ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ ബിരിയാണി മൂപ്പർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആയിരുന്നു കേട്ടോ അമ്മ ഉണ്ടാക്കിയത്. ഞാൻ എന്തെങ്കിലും ഒരു സമയം വീഡിയോ എടുക്കാം എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ. ഇതിപ്പോൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് കേക്ക് കഴിക്കുന്നതിലേക്ക് പിന്നെയും പോയിട്ടുള്ളൂ. അപ്പോൾ കേക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വല്ലപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സീൻ കാണാറുള്ളൂ, കേക്ക് ഇത്ര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ജാൻവിയുടെ ഏതാണ്ട് സെക്കൻഡ് ബർത്ത്ഡേക്ക് ശേഷം ഞാൻ പിന്നെ ജാൻവിയുടെ ബർത്ത്ഡേ അവളൊപ്പം ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവർ ബാംഗ്ലൂർ പോയ ശേഷം പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, പിന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ 6th ബർത്ത്ഡേ ആണ് അപ്പോൾ എനിക്കിപ്പോൾ അവളൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് എപ്പോഴും ബാംഗ്ലൂർ വന്ന് നിൽക്കാനൊന്നും പറ്റിയതൊന്നും വരില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവളൊപ്പം ആഘോഷിക്കാൻ പറ്റിയതും സന്തോഷം. ധ്രുക്കുട്ടി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചേച്ചിയമ്മയും പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഭയങ്കര അന്താക്ഷരിയും കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ. നിന്നുടെ കയ്യില് നെയ്യപ്പം ഇല്ല തരില്ല.